ഹലോ, വിത്ത് യുവർ ഹാൻഡ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കൗച്ചിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് ഒരു ഡിസൈൻ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു ഡിസൈൻ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. കൗച്ചിങ് ചെയ്യാനായിട്ട് 2 കളർ ത്രെഡ് ഉപയോഗിക്കും. ആദ്യം മുകളിലൂടെ പോകുന്നൊരു ത്രെഡും പിന്നെ അത് കുത്തി ടൈറ്റ് ചെയ്യാനുള്ളൊരു ത്രെഡും. ഞാനിവിടെ ഒരു ഗ്രേയും യെല്ലോയും എടുത്തിരിക്കുന്നത് 6 strands ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്ലൈൻ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ആദ്യം ഗ്രേ കളർ ത്രെഡ് ഒരറ്റത്തുനിന്നും കുത്തിയെടുക്കുക. അതിൽ നിന്നും കുറച്ച് നീങ്ങിയിട്ട് യെല്ലോ കളർ ത്രെഡും കൂടി ഞാൻ മുകളിലേക്ക് എടുത്തേക്കാണ്. എന്നിട്ട് മുകളിലൂടെ പോകുന്ന ത്രെഡ് ഇതുപോലെ വലിച്ചു പിടിച്ചുകൊണ്ട് മറ്റേ ത്രെഡ് ഉപയോഗിച്ച് അതിനെ ഇതുപോലെ കുത്തി ടൈറ്റ് ചെയ്ത് വയ്ക്കുക. വീണ്ടും തുല്യ അകലത്തിൽ ഇതുപോലെ യെല്ലോ ത്രെഡ് കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ഗ്രേ ത്രെഡിൻ്റെ മുകളിലൂടെ ഇതുപോലെ കുത്തി താത്തുക. കോർണറിലൊക്കെ എത്തുമ്പം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. കൗച്ചിങ് സ്റ്റിച്ച് വളരെ ഭംഗിയായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ചെറിയ അകലത്തിൽ ആ ഡിസൈൻ മുഴുവൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ആ ഡിസൈൻ പോകുന്ന ആ വഴിയിലൂടെ അതിനെ ആ ഗ്രേ ത്രെഡിനെ ഇതുപോലെ നീക്കി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മറ്റേ ത്രെഡ് വെച്ച് ടൈറ്റ് ചെയ്യുക. കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാനിതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിലൊന്നുകൂടി വ്യക്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന രീതി കാണിക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ആ ഡിസൈൻ മുഴുവൻ ഔട്ട്ലൈൻ മുഴുവൻ ചെയ്തെടുക്കണം. ഇതുപോലെയുള്ള കോർണറും അത് ഒക്കെ എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കുത്തിയാൽ മതി. ആ ത്രെഡിനെ ഇങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ട് മെല്ലെ കുത്തിയെടുത്താൽ മതി. അതിൻ്റെ ഒടുവിലെത്തുമ്പം 2 ത്രെഡും ഇതുപോലെ കുത്തി താഴേക്ക് എടുക്കുക. നീഡിൽ വെച്ച് കുത്തി താഴേക്ക് എടുക്കുക. നമുക്കിനി ഈ ഡിസൈൻ്റെ ഈ ഒരു പോർഷനും കൂടെ കൗച്ചിങ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കൗച്ചിങ് സ്റ്റിച്ചിൻ്റെ പോർഷനെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ എലിഫൻറ്റിൻ്റെ കണ്ണും കൊമ്പും ഒക്കെ ഒന്ന് ചെയ്തെടുക്കാം. അതിനായിട്ട് ബ്ലാക്ക് കളർ ത്രെഡ് എടുത്തിരിക്കുന്നത് ഒരു 3 strands എടുക്കുക. എന്നിട്ട് ആ കൊമ്പ് നമ്മൾ ചെയ്യാൻ പോകുന്ന ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്ക് സ്റ്റിച്ച് വെച്ച് അതിൻ്റെ ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ബാക്ക് സ്റ്റിച്ച് എടുത്താൽ മതി. അപ്പോൾ അത് നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ കണ്ണിൻ്റെ പോർഷൻ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് ഫില്ല് ചെയ്യാം. ഇവിടെ കുറച്ച് വലിയ ഫ്രഞ്ച് നോട്ട് വരേണ്ടതുകൊണ്ട് 3 തവണ ചുറ്റുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കുത്തി താത്തിയെടുക്കുക. ഇതുകൂടി നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ കുത്തിയെടുത്താൽ മതി. അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്ലവേഴ്സാണ് ചെയ്യേണ്ടത്. ഫ്ലവേഴ്സ് എല്ലാം ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പിങ്ക് കളർ ത്രെഡ് എടുത്തിരിക്കുന്നത് 3 strands തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് ലേസി സ്റ്റിച്ചാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ കുത്തിയെടുക്കുക.
ലേസി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഫ്ലവറുകളെല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഡിസൈനിൽ കാണിച്ചേക്കുന്ന എല്ലാ സ്റ്റിച്ചുകളും ട്യൂട്ടോറിയൽസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും ലിങ്കുകൾ ഞാൻ പ്രത്യേകം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് കൂടുതലായി കാണണം എന്നുള്ളവർക്ക്, ആവശ്യമുള്ളവർക്ക് അത് പോയി ലിങ്ക് എടുത്ത് നോക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ഫ്ലവറുകളും ചെയ്തെടുക്കണം. നമ്മുടെ ഫ്ലവറുകൾ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. അവിടെ ഞാനൊരു ഡാർക്ക് യെല്ലോ വെച്ചിട്ട് കുറച്ച് ഫ്രഞ്ച് നോട്ട് മാത്രം കൊടുക്കാൻ പോവാണ്. ഇതുപോലെ 2-3 ചുറ്റിയിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യാം. എല്ലാ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്ററിൽ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആ ലീഫും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ഗ്രീൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. അതും ലേസി വെച്ചിട്ട് തന്നെയാണ് ആ ചെറിയ ലീഫുകൾ ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. നിങ്ങൾക്കത് നമുക്ക് കുഞ്ഞുടുപ്പുകളിലും കുട്ടികളുടെ വിരിച്ചു കിടത്തുന്ന തുണിയിലൊക്കെ തയ്ക്കാൻ ഒത്തിരി നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ ഇതുപോലെയുള്ള വേറെ വീഡിയോകളുമായിട്ട് ഞാൻ വരാം. അടുത്ത വീഡിയോകളിൽ കൂടുതൽ സ്റ്റിച്ചുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.